അങ്ങനെ മറൈൻ അക്വേറിയമൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് ഫ്രഷ് വാട്ടർ അക്വേറിയത്തിലേക്ക് പോവുകയാണ്. അക്വേറിയത്തിൻ്റെ പാർട്ട് 1 കാണാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ താണ്ടോ ഞങ്ങൾ അക്വേറിയത്തിൻ്റെ അടുത്തെത്തി. അപ്പം നമ്മുടെ വെള്ളവും കുപ്പിയും അതൊന്നും അകത്തേക്ക് കയറ്റില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറിയാണ്. ആക്ച്വലി ഇതാണ് കേട്ടോ അക്വേറിയം 1 എന്ന് പറയുന്നത്. ഞങ്ങൾ ഫസ്റ്റ് 2-ലാണ് പോയത്, എന്നിട്ട് ഇത് 1-ലേക്ക് വന്നതാണ്. ഇവിടെ കയറുന്ന എൻട്രൻസിൽ തന്നെ കുറേ ക്ലോൺ ഫിഷിൻ്റെ വിവിധ വെറൈറ്റികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ താണ്ട ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറി. അപ്പം ഇവിടെ ഫ്രഷ് വാട്ടർ ആകുമ്പോഴത്തേക്കും അതിലെ വെറൈറ്റി മീനുകളായിരിക്കും കാണുന്നത്. ഇതാ കണ്ടോ, നമ്മുടെ ഈ കായലൊക്കെ കിടക്കുന്ന ആ ടൈപ്പ് മീനുകളൊക്കെയാണ് കണ്ടോ. കുറേ ടൈപ്പ് മീനുകളെ മിക്സ് ചെയ്തിട്ടേക്കാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതാണ്ടോ ഒരു യമണ്ടൻ ഒരെണ്ണമാണ് കേട്ടോ അങ്ങ് പാസ് ചെയ്ത് പോകുന്നത്. നല്ല വലിയ ശരീരമാണ് കേട്ടോ അതിന്. അങ്ങനെ ഞങ്ങൾ അതിനെയെല്ലാം കണ്ടിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അതിൻ്റെ എൻട്രൻസാണ് ഈ കൊടുത്തിരിക്കുന്നത്. മുകളിലോട്ട് കയറുമ്പോഴും അവിടെയുണ്ട് ഒരുപാട് വെറൈറ്റി മീനുകൾ. അങ്ങനെ ഞങ്ങൾ ദാണ്ട ഫസ്റ്റ് മീനിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇങ്ങനെ ബോക്സായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവൻ്റെ പേരാണ് റെഡ് ബ്ലഡ് പാരറ്റ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പക്ഷേ അവർ പറയുന്ന കണക്ക് വലിയ കളറില്ല. പിന്നെ ദാണ്ട തൊട്ടടുത്ത് തന്നെ ഏഷ്യൻ ഫെദർ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷായിരുന്നു കേട്ടോ. അതുകൊണ്ടാ ഇതും ഒരു വെറൈറ്റി ഫിഷാണ്. വല്ലാത്തൊരു പേരായിരുന്നു കേട്ടോ അതിന്. വേണ്ടേ ഒരാളിങ്ങനെ നിൽപ്പുണ്ട്, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോകാമെന്ന് കരുതി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സ്നേക്ക് ഹെഡ് ഫിഷ് എന്നും പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ പല വെറൈറ്റികളുടെ തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ്ട് ഇവിടെ ഒരാളിങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ പല രീതിയിലുള്ള മീനുകളിലെയാണ് കൊടുത്തിരിക്കുന്നത് കൂടുതലും. ഇത് ജൂലിയൻ കാർപ്പ് എന്ന് പറയുന്നൊരു വെറൈറ്റി ഫിഷിൻ്റെ ഒരു മോഡലാണ്. ഒരുപാട് വലുതാകത്തില്ല എന്നാണ് തോന്നുന്നത്. ജൂലിയൻ കാർപ്പ് ആക്ച്വലി വലിയ ഫിഷാവുന്നതാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു വെറൈറ്റി മോഡലുകളാണ്. കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ, ചുമന്ന കണ്ണൊക്കെയാണ്. ഇവനെ കണ്ടോ സ്നേക്ക് ഹെഡ് ഫിഷ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പാമ്പിൻ്റെ തലയാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് ഇവനെ കണ്ടോ എന്ത് മനോഹരമായിരുന്നെന്നറിയാവോ. കിസർ ഫിഷ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഈ ഒരു ഫിഷിനെ കണ്ടോ, ഇതിൻ്റെ പേരാണ് ടിൻ ഫോയിൽ ബാർബ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു റെഡ് കളറിൽ വാലൊക്കെയാണ് കേട്ടോ. ഇത് നേരത്തെ കണ്ട ആ ഫെദർ ഫിഷ് ഉണ്ടല്ലോ, ഏഷ്യൻ ഫെദർ ഫിഷ്, അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ക്ലോൺ ഫെദർ ഫിഷ് എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ആ വാലിലൊക്കെ കണ്ടോ ഇങ്ങനെ ഡോട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഇവിടെ നല്ല മഞ്ഞ വാലൊക്കെ ഉള്ള 2 പേരാണ്, പക്ഷെ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളെ കണ്ടിട്ട്. പുറത്തേക്ക് വന്നേ ഇല്ല. അങ്ങനെ ഞങ്ങളിത് താഴേക്ക് ഇറങ്ങി. അങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടോ നല്ല പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ. ഒരു മരമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെള്ളച്ചാട്ടം പോലൊക്കെ ഇങ്ങനെ ആക്കി അതിൽ ഫിഷിനെയൊക്കെ ഇട്ടേക്കുകയാണ്. നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ. ഇവർ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നക്കൻ സവാനിലൊരു അക്വേറിയത്തിൽ പോയപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ അത് ക്ലിയർ അല്ലായിരുന്നു വെള്ളമൊന്നും. പക്ഷേ ഇവിടെ എല്ലാം നല്ല ക്ലിയറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ, എക്സിറ്റായി. ഇത് കണ്ടോ നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കണ്ടതായിരുന്നു. ഇതിപ്പം എക്സിറ്റാണ്. അതൊരു ഹാളിലേക്കാണ് ചെല്ലുന്നത് കണ്ടോ. നമ്മൾ കയറി വന്ന ആ ഹോള് തന്നെയാണത്. അവിടെ വേറെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഇവിടെ കണ്ടോ ഒരു തല കുത്തി നിൽക്കുന്ന ഒരു ടൈപ്പ് മീനുണ്ട് കണ്ടോ. അതുകൊണ്ടോ ആ ടൈപ്പ് മീൻ കണ്ടോ. ഇതെന്ന് പറയുന്നത് എപ്പോഴും തല കുത്തിയാണ് നിൽക്കുന്നത്, മിക്കപ്പോഴും അതങ്ങനെയാണ്. പിന്നെ അതിൻ്റെ അകത്തൊരു 2-3 ഈലൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. ഇത് കണ്ടോ നല്ല അതിൻ്റെ ശരീരമൊക്കെ കണ്ടില്ലേ, നല്ല റെഡ് സ്പോട്ടഡ് ആയിട്ടുള്ള ഈലുകളായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു അത് കാണാനൊക്കെ. താണ്ടായി ഇൻവേർട്ടർ ഹെഡ് ഫിഷ് എന്നാണ് കേട്ടോ ആ തലകുത്തി നിൽക്കുന്ന ആളിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് ഈ പൂവുണ്ടോ ഈ മരത്തിലാണ് കേട്ടോ. വഴിയിലെല്ലാം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയാണ് നിറഞ്ഞു നിൽക്കുന്ന കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താണ്ട ചവാക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് പോയി. ജസ്റ്റ് ഒന്ന് ലേക്കൊക്കെ കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ നമുക്ക് നടന്ന് ഒരു പാർക്ക് പോലൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് പേര് വന്നിരിക്കുന്നൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ട് ഇതിൻ്റെ അങ്ങോട്ടങ്ങ് ഒരുപാടുണ്ട്. ഇവരുടെ വേറെ എന്തൊക്കെയോ ടൂറിസം പദ്ധതികൾ അങ്ങോട്ടുണ്ട്. അങ്ങനെ കണ്ടോ ആ പാർക്കിൻ്റെ അകത്ത് കുറച്ച് കോഴിക്കാർപ്പൊക്കെ ഇട്ട് വലുതായിട്ട് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു വെള്ളമൊന്നും വലിയ ക്ലിയറൊന്നും അല്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു. കുറച്ചും കൂടി ഇവരുടെ ടൂറിസം വേറെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബൈ.